നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ മഴയും കാറ്റും നാശം വിതച്ചു. മരങ്ങൾ കടപുഴകി. ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറി കെട്ടിടത്തിന് മുകളിൽ മരം വീണു. പോസ്റ്റ്മോർട്ടം നടപടികൾ നിർത്തിവെച്ചു. രാമായണ മാസാചരണത്തിന് തുടക്കം. ഇനിയുള്ള ഒരു മാസം നാടെങ്ങും രാമായണ ശീലുകൾ നിറയും. ഓണത്തിന് പൂപ്പാടമൊരുക്കാൻ വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത്. 6 പഞ്ചായത്തുകളിൽ ചെണ്ടുമല്ലി കൃഷി തുടങ്ങുന്നു. ചിറക്കടവ് പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. ഗ്രാമദീപം വായനശാല പ്രവർത്തകർ കൃഷി തുടങ്ങി. വാർത്തകൾ വിശദമായി. തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കോട്ടയത്തും പരിസര പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടം. നിരവധി മരങ്ങൾ ഒടിഞ്ഞു വീണു. കോട്ടയം ജനറൽ ആശുപത്രി മോർച്ചറി കെട്ടിടത്തിന് മുകളിൽ മരം ഒടിഞ്ഞു വീണു. കോട്ടയത്തും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ഒടിഞ്ഞു വീണുമാണ് ഏറെയും കെടുതികൾ ഉണ്ടായത്. കോട്ടയം ജനറൽ ആശുപത്രിയിലെ മോർച്ചറി കെട്ടിടത്തിന് മുകളിൽ ഇന്നലെയുണ്ടായ ശക്തമായ കാറ്റിൽ വലിയ മരം ഒടിഞ്ഞു വീണു. മോർച്ചറിയിൽ ഒരു മൃതദേഹമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ ബന്ധുക്കളെത്തി മൃതദേഹം മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി. മോർച്ചറിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. സ്റ്റോർ റൂം, ജീവനക്കാരുടെ ഡ്രസ്സിംഗ് റൂം എന്നിവയ്ക്ക് മുകളിലേക്കാണ് മരം വീണത്. ഓടിട്ട കെട്ടിടത്തിന് മുകളിലാണ് മരം വീണതെങ്കിലും വലിയ നാശനഷ്ടം ഉണ്ടായില്ല. മരം വെട്ടിമാറ്റുന്ന ജോലികൾ ഉടൻ ആരംഭിക്കുമെന്ന് ആശുപത്രി വികസന സമിതി അംഗം PK ആനന്ദകുട്ടൻ പറഞ്ഞു. കോട്ടയം ജനറൽ ആശുപത്രിയുടെ മോർച്ചറിയിൽ ഇന്നലെ പെയ്ത മഴയിൽ ശക്തമായ കാറ്റും കൊണ്ട് അവിടെ ഒരു മരം വീണെങ്കിലും വലിയ അപകടം ഉണ്ടായിട്ടില്ല. അവിടെ നമുക്ക് മോർച്ചറിയിലെ ഒരു ബോഡിയായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ഈ മരം വീണതിൻ്റെ സാഹചര്യത്തിൽ രാവിലെ തന്നെ ആശുപത്രിയിൽ നിന്ന് ആ ബോഡിയുടെ അവകാശിയെ വിളിക്കുകയും അവരത് മാറ്റുകയും ചെയ്തു. പിന്നെ അത് മരം എത്രയും വേഗം വെട്ടിമാറ്റുന്നതിന് ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിൽ കോട്ടയം കുമ്മനം ഇളങ്കാവ് ദേവീക്ഷേത്രത്തിന്റെ ആനക്കൊട്ടിലിന് മുകളിലേക്ക് കാഞ്ഞിരമരം കടപുഴകി വീണു. 500 വർഷത്തിലധികം പഴക്കമുള്ള കാഞ്ഞിരമരമാണ് ചുവടോടെ മറിഞ്ഞു വീണത്. സംഭവ സമയം 4 പേർ ആനക്കൊട്ടിലിൽ ഉണ്ടായിരുന്നു. ഓടി മാറുന്നതിനിടെ ഒരാളുടെ കാലിന് പരിക്കേറ്റിട്ടുണ്ട്. 50 ലക്ഷം രൂപ നഷ്ടമുണ്ടായതായി ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു. ക്ഷേത്രത്തിനു മുൻവശത്തു നിന്നും നടപ്പന്തലിലേക്ക് കയറി വരുന്ന ഭാഗത്ത് നിന്ന കാഞ്ഞിരമരമാണ് മറിഞ്ഞു വീണത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം കളക്ടറേറ്റിന്റെ വളപ്പിൽ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇന്നലെയുണ്ടായ ശക്തമായ കാറ്റിൽ കളക്ടറേറ്റ് വളപ്പിലെ നിരവധി മരങ്ങളുടെ ശിഖരങ്ങൾ റോഡിലേക്ക് ഒടിഞ്ഞു വീണു. ജില്ലയുടെ ഭരണസിരാ കേന്ദ്രമായ കോട്ടയം കളക്ടറേറ്റിന്റെ വളപ്പിൽ അപകടകരമായ രീതിയിൽ നിരവധി മരങ്ങളാണുള്ളത്. 50 വർഷത്തിലധികം പഴക്കമുള്ളവയാണ് ഈ മരങ്ങൾ. 2 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിലും കാറ്റിലും കളക്ടറേറ്റ് വളപ്പിലെ നിരവധി മരങ്ങളുടെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണു. മതിലിനു താഴെ റോഡരികിലാണ് ടാക്സി വാഹനങ്ങളും ഓട്ടോറിക്ഷകളും പാർക്ക് ചെയ്യുന്നത്. ഇതിനു മുൻപും വാഹനങ്ങൾക്ക് മുകളിൽ ശിഖരങ്ങൾ വീണിട്ടുണ്ട്. ഇവ വെട്ടിമാറ്റണമെന്ന ഇവരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഞാൻ കളക്ടറിന്റെ വാതിൽക്കൽ ടാക്സി ഓടിക്കാൻ ഞങ്ങളൊരു 3-4 വണ്ടിക്കാരുണ്ട്. ഈ മരം കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിച്ച് ഇവിടെ കിടക്കാൻ പറ്റില്ല. ഓട്ടോറിക്ഷക്കാർ 10-30 ഓട്ടോറിക്ഷക്കാരുണ്ട്. ഈ മരം മുഴുവൻ ചാഞ്ഞ് കിടക്കുക. ഇപ്പോൾ ഒരു തേക്ക് മരം ഇവിടെ ഒടിഞ്ഞ് വീട് കിടക്കുന്നു. അവിടെ മനുഷ്യരും അവധി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിൽ നൂലും പാലും പോലെ ജനങ്ങൾ വരുന്ന അവരുടെ ദേഹത്ത് വീണ് കഴിഞ്ഞ് നമ്മൾ ഇതിനൊരു ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അത് വീഴാതിരിക്കാനുള്ള നടപടി ഗവൺമെൻറ് ചെയ്തു തരണമെന്നാണ് എൻ്റെ ഒരു ഇത്. നൂറുകണക്കിന് ആളുകളാണ് ദിവസേന കളക്ടറേറ്റിൽ വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്നത്. കൂടാതെ റോഡരികിൽ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ കൊതുകുകളുടെ ശല്യവും രൂക്ഷമാണ്. ഇതിനൊന്നും പരിഹാരം കാണാൻ ഭരണസിരാ കേന്ദ്രത്തിലെ അധികൃതർക്ക് സമയമില്ലെന്നും പരാതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇന്ന് കർക്കിടകം 1. വീണ്ടും ഒരു രാമായണ മാസം കൂടി പിറന്നു. ഇനിയുള്ള ദിനങ്ങൾ രാമായണ ശീലുകൾ നാടെങ്ങും നിറയും. ഇന്ന് കർക്കിടകം 1, രാമായണശീലുകളുടെയും രാമദർശനത്തിന്റെയും പുണ്യകാലം. രാമായണം എന്നാൽ ഇരുട്ട് മായണമെന്നാണ് അർത്ഥം. കൂടാതെ രാമന്റെ അയനം യാത്ര എന്നും രാമായണത്തിന് അർത്ഥമുണ്ട്. പഞ്ഞക്കർക്കിടകത്തിലെ ദാരിദ്ര്യത്തെ ജയിക്കാൻ പണ്ടുകാലത്ത് രാമായണം പാരായണം ചെയ്യുകയാണ് ചെയ്തിരുന്നത്. കർക്കിടകം 1 തുടങ്ങി മാസം അവസാനിക്കുമ്പോൾ രാമായണം വായിച്ചു തീർക്കണമെന്നാണ് വിശ്വാസം. ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമ
നിന്നിടുമടിയാതെ. ഭവനങ്ങൾ കൂടാതെ ക്ഷേത്രങ്ങളിലും വിവിധ സാംസ്കാരിക കേന്ദ്രങ്ങളിലും രാമായണ പാരായണം തുടങ്ങി. NSS പൊൻകുന്നം യൂണിയന്റെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. NSS യൂണിയൻ പ്രസിഡന്റ് MS മോഹനൻ ഭദ്രദീപം തെളിയിച്ചു. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കലിയുഗത്തിൽ വളരെയേറെ പ്രസക്തിയുള്ള ഒരു കാര്യമാണിത്. കാരണം രാമായണത്തിൽ പറയുന്ന കാര്യങ്ങൾ അതൊരു പുരാണമായിക്കോട്ടെ, വിശ്വാസമായിക്കോട്ടെ, ഇതിഹാസമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ആ രാമായണ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മുടെ വർത്തമാന കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അതിന് വളരെ പ്രസക്തി ഉണ്ടാകും. ഒരു ലോകം എങ്ങനെയായിരിക്കണം, ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം, ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം, ഒരു സഹോദരനും സഹോദരി എങ്ങനെയായിരിക്കണം, ഒരു ഭരണകർത്താവ് എങ്ങനെയായിരിക്കണം, അങ്ങനെ ഈ ലോകത്തുള്ള സമസ്ത മേഖലകളിൽ സ്പർശിക്കുന്ന ഒരു വലിയ ഗ്രന്ഥമാണ് ഈ രാമായണം. NSS യൂണിയൻ സെക്രട്ടറി രതീഷ് കുമാർ, പൊൻകുന്നം പുതിയകാവ് ദേവസ്വം പ്രസിഡന്റ് PS ഗോപിക്കുട്ടൻ നായർ, കരയോഗം പ്രസിഡന്റ് PV ഗോപിനാഥൻ നായർ, സൗമ്യ ജയൻ, ലത തുടങ്ങിയവർ പങ്കെടുത്തു. ജയപ്രിയ രാമായണ സന്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. നാലമ്പല ദർശനത്തിന് തുടക്കമായി. ദർശനപുണ്യം തേടി നാടിന്റെ നാനാഭാഗത്തു നിന്നും ഭക്തർ രാമപുരത്തെ നാലമ്പലങ്ങളിലേക്ക് എത്തിത്തുടങ്ങി. ദർശന പുണ്യം തേടി ഭക്തജനങ്ങൾ രാമപുരം നാലമ്പലങ്ങളിലേക്ക്. ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്ന പൂർവിക ആചാരമാണ് നാലമ്പല ദർശനം എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ളത്. നാലമ്പല ദർശനം ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുൻപ് പൂർത്തിയാക്കുന്നത് ഏറ്റവും ഉത്തമമാണ് എന്നുള്ള വിശ്വാസമാണ് കോട്ടയം ജില്ലയിലെ രാമപുരത്തെ നാലമ്പല ദർശനത്തിന് പ്രാധാന്യമേറുവാൻ കാരണം. ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ദൂരം ഏതാണ്ട് 3 കിലോമീറ്റർ മാത്രമായതിനാൽ ചുരുങ്ങിയ സമയം കൊണ്ട് ആചാരവിധി അനുസരിച്ച് ഉച്ചപൂജയ്ക്ക് മുൻപ് ദർശനം നടത്തുവാൻ ഇവിടെ സാധിക്കും. രാമനാമത്താൽ അറിയപ്പെടുന്ന രാമപുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും തുടർന്ന് കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലും മേദിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം വീണ്ടും ശ്രീരാമസ്വാമിയെ ദർശനം നടത്തുന്നതോടെയാണ് നാലമ്പല ദർശനം പൂർണ്ണമാകുന്നത്. ക്ഷേത്രാരാധനയിലെ പ്രദക്ഷിണ തരം അനുസരിച്ചുള്ള മതിൽക്കെട്ടിനുള്ളിലെ പ്രദക്ഷിണത്തിന്റെ 6 ഇരട്ടി ഗുണം ചെയ്യുന്ന ക്ഷേത്രഗ്രാമ പ്രദക്ഷിണം നടത്തുന്നതിനുള്ള അവസരവും ഇവിടെ ലഭിക്കുന്നു. രാമായണ മാസമായ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം നടത്തുന്നത് ഉദ്ദിഷ്ടകാര്യത്തിനും മുജ്ജന്മ ദോഷ പരിഹാരത്തിനും ദുരിത നിവാരണത്തിനും സന്താനലബ്ധിക്കും അത്യുത്തമമെന്നാണ് പൂർവിക വിശ്വാസം. 4 ക്ഷേത്രങ്ങൾക്കും സമീപത്തായി ഉഗ്രമൂർത്തിയായ ഭദ്രകാളി ക്ഷേത്രങ്ങളും ശ്രീരാമസ്വാമി ക്ഷേത്രത്തോടനുബന്ധിച്ച് ഭക്ത ഹനുമാന്റെ ക്ഷേത്രവും ഉണ്ടെന്നുള്ളത് പ്രത്യേകതയാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടുത്തെ പ്രധാന വഴിപാടുകൾക്കും സവിശേഷതകൾ ഉണ്ട്. ശ്രീരാമസ്വാമിക്ക് അമ്പും വില്ലും സമർപ്പണം, ശ്രീ ലക്ഷ്മണസ്വാമിക്ക് ചതുർബാഹു സമർപ്പണം, ശ്രീ ഭരതസ്വാമിക്ക് ശംഖ് സമർപ്പണം, ശ്രീ ശത്രുഘ്നസ്വാമിക്ക് ശ്രീചക്ര സമർപ്പണം എന്നിവയാണ് വഴിപാടുകൾ. പൂർണ്ണമായും ഗ്രാമീണാന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്നവയാണ് ഈ പുണ്യപുരാതന ക്ഷേത്രങ്ങൾ. നാലമ്പല ദർശന കമ്മിറ്റിയുടെ സഹകരണത്തോടെ 4 ക്ഷേത്രങ്ങളിലും തീർത്ഥാടകരെ വരവേൽക്കുവാനും സുഗമമായ ദർശന സൗകര്യം ഒരുക്കുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകർക്ക് മഴ നനയാതെ ക്യൂ നിൽക്കുന്നതിന് പന്തൽ സംവിധാനങ്ങളും വാഹന പാർക്കിങ്ങിനും വിപുലമായ സൗകര്യങ്ങളും ഭക്തജനങ്ങൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻ സെന്ററുകളും വോളണ്ടിയർമാരുടെ സേവനവും 4 ക്ഷേത്രങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. കർക്കിടക മാസത്തിൽ രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 5 മുതൽ 7:30 വരെയുമാണ് ദർശനം. ഇനിയുള്ള 30 ദിനങ്ങൾ നാടിന്റെ നാനാഭാഗത്തു നിന്നും ആയിരങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തും. ന്യൂസ് ബ്യൂറോ, പാലാ. ഓണക്കാലത്തേക്ക് പൂപ്പാടം ഒരുക്കി വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. കൃഷിയുടെ ചിറക്കടവ് പഞ്ചായത്ത് തല ഉദ്ഘാടനം ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് നിർവഹിച്ചു. വാഴൂർ ബ്ലോക്കിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 പഞ്ചായത്തുകളിൽ ചെണ്ടുമല്ലി കൃഷി നടത്തുന്നു. കൃഷിയുടെ ചിറക്കടവ് പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. വാളിപ്ലാക്കൽ VJ മനൂപ് സൗജന്യമായി ചിറക്കടവ് ഗ്രാമദീപം വായനശാലയ്ക്ക് വിട്ടു നൽകിയ സ്ഥലത്താണ് വായനശാല പ്രവർത്തകർ കൃഷി ആരംഭിച്ചത്. 5 ലക്ഷം രൂപ ചെലവഴിച്ച് 30,000 തൈകളാണ് കർഷകർക്കും ഗ്രൂപ്പുകൾക്കുമായി ബ്ലോക്കിൽ വിതരണം ചെയ്തത്. കൃഷിയുടെ ഉദ്ഘാടനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് MLA നിർവഹിച്ചു. ഓണക്കാലത്തേക്കൊരു കരുതലെന്ന ആശയത്തിൻ്റെ ഭാഗമായി ചിറക്കടവ് കൃഷിഭവൻ്റെയും ഗ്രാമദീപം വായനശാലയുടെയും ഭാഗമായി ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്തുകൊണ്ട് ചെണ്ടുമല്ലി കൃഷിയുടെ പ്രവർത്തനം നമ്മൾ ആരംഭിക്കുകയാണ്. ഞാൻ ഇന്നലെ പള്ളിക്കൽ പഞ്ചായത്തിൽ, തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ പഞ്ചായത്തിൽ
ഞാൻ പോകാനിടയായി. അവിടെ 60 ഏക്കർ സ്ഥലത്താണ് ഭാഗമായി കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അമിതമായ മഴ ഒരു പ്രശ്നമാണ്. പിന്നെ ഇതിനിടയ്ക്ക് പിന്നെ ഈ കീടനാശിനി അല്ലേ, കീടനാശിനിയുടെ പ്രയോഗം ആവശ്യമുണ്ടെന്ന് അവിടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. കൃഷി ഓഫീസർക്ക് അതെല്ലാം അറിയാവുന്നതല്ലേ അവിടുത്തെ, അല്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കെല്ലാം അറിയാം. അപ്പോൾ ഇതൊരു നല്ല അനുഭവമായി. ഓണക്കാലത്ത് ഈ ചെണ്ടുമല്ലി അത് പറിച്ചെടുത്ത് അതിൻ്റെ വിളവ് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ ആശംസയോടെ ഇതിന് മുൻകൈ എടുത്ത ഗ്രാമപഞ്ചായത്തിനെയും വായനശാലയെയും കൃഷിഭവനെയും വളരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് കാലാവസ്ഥ മോശമായതുകൊണ്ട് ഈ ചടങ്ങ് വളരെ പെട്ടെന്ന് തന്നെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ B രവീന്ദ്രൻ നായർ, മിനി സേതുദാത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രോസ്, ആന്റണി മാർട്ടിൻ ജോസഫ്, KG രാജേഷ്, MG വിനോദ്, ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് PN സോജൻ, ചിറക്കടവ് കൃഷി ഓഫീസർ TR സ്വപ്ന, കൃഷി അസിസ്റ്റന്റ് ശ്രീജ മോഹൻ, പൊൻകുന്ന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K സേതുനാഥ്, ഗ്രാമദീപം വായനശാല ജോയിന്റ് സെക്രട്ടറി TP ശ്രീലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികം ഈ മാസം 18-ന് ആചരിക്കും. രാവിലെ 10 മണിക്ക് നടക്കുന്ന അനുസ്മരണ സമ്മേളനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്കായി കൂരോപ്പടയിൽ നിർമ്മിച്ച ഫുട്ബോൾ ടർഫ് അന്ന് നാടിന് സമർപ്പിക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികവും വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ഈ മാസം 18-ന് നടക്കുമെന്ന് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ചെയർമാൻ ചാണ്ടി ഉമ്മൻ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുതുപ്പള്ളി സെന്റ് ജോർജ് വലിയ പള്ളിയിൽ 18-ാം തീയതി രാവിലെ കുർബാന, പള്ളി ഓഡിറ്റോറിയത്തിൽ 10 മണിക്ക് അനുസ്മരണ സമ്മേളനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. പരിശുദ്ധ ബെസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ അധ്യക്ഷനാകും. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ 1000 വിദ്യാർത്ഥികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് സമ്മേളനത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യും. ഉച്ചകഴിഞ്ഞ് കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP നിർവഹിക്കും. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിന്നും രാജ്യാന്തര നിലവാരമുള്ള കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിന് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് കീഴിൽ ഉമ്മൻചാണ്ടി ആശ്രയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂരോപ്പടയിൽ ഫുട്ബോൾ ടർഫ് നിർമ്മാണവും പൂർത്തിയായതായി ചാണ്ടി ഉമ്മൻ MLA അറിയിച്ചു. ഉമ്മൻചാണ്ടി സ്പോർട്സ് അരീന ഗോൾ ഫുട്ബോൾ ടർഫ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഫുട്ബോളിന് പുറമെ ക്രിക്കറ്റും ബാഡ്മിന്റണും കളിക്കാൻ സാധിക്കും. 18-ാം തീയതി പുതുപ്പള്ളിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഫുട്ബോൾ ടർഫിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ചാണ്ടി ഉമ്മൻ MLA അറിയിച്ചു. 10 മണിയാവുമ്പോൾ കേരള ഗവർണർ വന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി അധ്യക്ഷനായി പിതാവ് ഇതിനകത്ത് അനുഗ്രഹപ്രഭാഷണം നടത്തും. പ്രത്യേക ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തുന്ന പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ്. മറ്റ് അനവധി നേതാക്കന്മാർ, അതുപോലെ സാമൂഹിക സമുദായ നേതാക്കന്മാർ ഇതിനകത്ത് പങ്കെടുക്കുന്നതായിരിക്കും. അന്ന് തന്നെ 3000 കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ്, 30 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഗവർണർ നടത്തും. 1000 കുട്ടികൾക്കുള്ളത് അന്ന് തന്നെ അവിടെ കൊടുക്കുന്നതായിരിക്കും. രാത്രി 8 മണിക്ക് ടർഫിൽ MLA-മാരുടെ പ്രദർശന ഫുട്ബോൾ മത്സരവും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡയറക്ടർ ജോൺ V സാമുവലിനെ കോട്ടയം ജില്ലാ കളക്ടറായി നിയമിച്ചു. 2015 IAS ബാച്ചുകാരനാണ്. തിരുവനന്തപുരം സ്വദേശിയാണ്. ആലപ്പുഴ ജില്ലാ കളക്ടർ, ഭൂജല വകുപ്പ് ഡയറക്ടർ, കണ്ണൂർ ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണർ, ലീഗൽ മെട്രോളജി കൺട്രോളർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കൂരോപ്പട പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ UDF-ന് പ്രസിഡന്റ് സ്ഥാനം, LDF-ന് ഭരണം നഷ്ടമായി. കോൺഗ്രസിലെ അമ്പിളി മാത്യു ആണ് പ്രസിഡന്റ്. കൂരോപ്പട പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന് BDJS സംഘത്തിന്റെ വോട്ട് ലഭിച്ചതോടെ നടന്ന നറുക്കെടുപ്പിൽ LDF-ന് ഭരണം നഷ്ടമായി. UDF അംഗം അമ്പിളി മാത്യു പ്രസിഡന്റായി സ്ഥാനമേറ്റു. 17-അംഗ പഞ്ചായത്തിൽ BJP-യുടെ 3 അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. BDJS അംഗം ആശാ ബിനു UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്തതോടെ LDF-നും UDF-നും തുല്യ വോട്ടുകൾ നേടി. LDF 7, UDF 6, BJP 3, BDJS 1 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. LDF-ൽ ദീപ്തി ദിലീപ് ആയിരുന്നു പ്രസിഡന്റ് സ്ഥാനാർത്ഥി. ഇരുവർക്കും 7 വോട്ട് ലഭിച്ചതോടെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നറുക്കെടുപ്പ് വേണ്ടിവന്നത്. പഞ്ചായത്തിലെ 17-ാം വാർഡ് അംഗമാണ് അമ്പിളി മാത്യു. മുൻ പ്രസിഡന്റ് CPM-ലെ ഷീല ചെറിയാൻ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ യജ്ഞത്തിന് തുടക്കമായി.
വാർഡുതല സംഘാടക സമിതി രൂപീകരണം തെക്കേത്തുകവല NSS LP സ്കൂളിൽ നടന്നു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ ആന്റണി മാർട്ടിൻ, സുമേഷ് ആൻഡ്രൂസ് തുടങ്ങിയവർ പങ്കെടുത്തു. 74 വർഷങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ 74 വർഷങ്ങൾ പൂർത്തീകരിച്ച് 25ാം വർഷത്തിലേക്ക് നമ്മൾ കടക്കുന്ന ഒരു സന്ദർഭം കൂടി. അപ്പം അതുകൊണ്ട് തന്നെ ഭരണഘടനാപരമായ ഒരുപാട് ചർച്ചകൾ സ്വാഭാവികമായി തന്നെ കടന്നു വരുന്ന കാലഘട്ടത്തിൽ അതിനെല്ലാം ഒരു പൈനിയർ പ്രോജക്റ്റായി യഥാർത്ഥത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിൽ ദൗത്യം ഏറ്റെടുത്തത് ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും ഒരു നല്ല സൂചനയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അറിയിപ്പ്: കുറ്റിപ്ലാങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSS വിഭാഗത്തിൽ HSST ജൂനിയർ ഹിസ്റ്ററി വിഭാഗത്തിൽ അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ 19 രാവിലെ 11 അഭിമുഖത്തിന് ഹാജരാകണം. ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വിമൺ നടപ്പാക്കുന്ന തീരമൈത്രി പദ്ധതിയിൽ ചെറുകിട തൊഴിൽ സംരംഭ യൂണിറ്റുകൾ ആരംഭിക്കാൻ മത്സ്യത്തൊഴിലാളി വനിതകൾ അടങ്ങുന്ന സംഘങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9495801822. കോട്ടയം ജില്ലയിലെ പട്ടികജാതി വിഭാഗത്തിലെ അതിദുർബല വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും 2024-25 വർഷത്തിലെ സ്വയം തൊഴിൽ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. വ്യക്തിഗത സംരംഭങ്ങൾക്ക് പരമാവധി 3 ലക്ഷം രൂപയും ഗ്രൂപ്പ് സംരംഭങ്ങൾക്ക് പരമാവധി 5 ലക്ഷം രൂപയും വരെ സബ്സിഡി ലഭിക്കും. വേടൻ, നായാടി, കല്ലടി, അരുന്ധതിയാർ, ചക്ലിയൻ വിഭാഗത്തിൽപ്പെട്ട അർഹരായവർക്ക് ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, പ്രോജക്റ്റ് റിപ്പോർട്ട് എന്നിവയുമായി ബ്ലോക്ക്, നഗരസഭ പട്ടികജാതി വികസന ഓഫീസുകളിൽ ജൂലൈ 31-നകം അപേക്ഷ നൽകണം. വിവരങ്ങൾക്ക് ഫോൺ 048125622503. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലയിൽ മഴയും കാറ്റും നാശം വിതച്ചു. മരങ്ങൾ കടപുഴകി. ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറി കെട്ടിടത്തിന് മുകളിൽ മരം വീണു. പോസ്റ്റ്മോർട്ടം നടപടികൾ നിർത്തിവെച്ചു. രാമായണ മാസാചരണത്തിന് തുടക്കം. ഇനിയുള്ള 1 മാസം നാടെങ്ങും രാമായണ ശീലുകൾ നിറയും. ഓണത്തിന് പൂപ്പാടമൊരുക്കാൻ വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത്. 6 പഞ്ചായത്തുകളിൽ ചെണ്ടുമല്ലി കൃഷി തുടങ്ങുന്നു. ചിറക്കടവ് പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. ഗ്രാമദീപം വായനശാല പ്രവർത്തകർ കൃഷി തുടങ്ങി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.